ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ സ്വദേശി പ്രസ്ഥാനം 1905 പഠിച്ചായിരുന്നു. അതിൻ്റെ കുറച്ച് പോർഷനും കുറച്ച് ഭാഗങ്ങളും കൂടി നമുക്ക് നോക്കാം. സ്വദേശി വസ്ത്ര പ്രചാരണി സഭയുടെ സ്ഥാപകൻ ബാലഗംഗാധര തിലകൻ. സ്വദേശി വസ്ത്ര പ്രചാരണി സഭയുടെ സ്ഥാപകൻ ബാലഗംഗാധര തിലകൻ. സ്വദേശി മാണ്ഡലി സമിതിയുടെ സ്ഥാപകൻ CR ദാസ്. സ്വദേശി മാണ്ഡലി സമിതിയുടെ സ്ഥാപകൻ CR ദാസ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മ. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മ. സ്വദേശി മിത്രം പത്രത്തിന്റെ സ്ഥാപകൻ G. സുബ്രഹ്മണ്യ അയ്യർ. സ്വദേശി മിത്രം പത്രത്തിന്റെ സ്ഥാപകൻ G. സുബ്രഹ്മണ്യ അയ്യർ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്മരണാർത്ഥം ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് 7, 2015 മുതൽ. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം 1906. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം 1906. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം തൂത്തുക്കുടി. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം തൂത്തുക്കുടി. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത് VO ചിദംബരം പിള്ള. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത് VO ചിദംബരം പിള്ള. പ്രാദേശിക കച്ചവടക്കാരിൽ നിന്നും പിരിച്ചെടുത്ത 6 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് അദ്ദേഹം കമ്പനി ആരംഭിച്ചത്. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് VO ചിദംബരം പിള്ള. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് VO ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് VO ചിദംബരം പിള്ള. സുരേന്ദ്രനാഥ് ബാനർജി സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ച് നൽകിയ വിവരണം നമുക്കൊന്ന് നോക്കാം. കരുത്തിന്റെ നാളുകൾ. സ്വദേശി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക ഗാർഹിക ജീവിതത്തിന്റെ മുഴുവൻ പ്രതലത്തിലും നിറം ചാർത്തി. ഇന്ത്യയെ നിർമ്മിച്ചെടുക്കാവുന്നത് പോലെയുള്ള വിദേശ വസ്തുക്കൾ ഉൾപ്പെടെ വിവാഹ സമ്മാനങ്ങൾ മടക്കി നൽകപ്പെട്ടു. ദേവന്മാർക്ക് നിവേദ്യമായി വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുന്ന പുരോഹിതന്മാർ പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചു. വിദേശ ഉപ്പോ പഞ്ചസാരയോ ഉപയോഗിച്ച് ആഘോഷവേളകളിൽ പങ്കെടുക്കാൻ അതിഥികൾ വിസമ്മതിച്ചു. അന്നേരം ഒന്നുകൂടി പറയാം. കരുത്തിന്റെ നാളുകൾ. സ്വദേശി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക ഗാർഹിക ജീവിതത്തിന്റെ മുഴുവൻ പ്രതലത്തിലും നിറം ചാർത്തി. ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കാവുന്നത് പോലെയുള്ള വിദേശ വസ്തുക്കൾ ഉൾപ്പെടെ വിവാഹ സമ്മാനങ്ങൾ മടക്കി നൽകപ്പെട്ടു. ദേവന്മാർക്ക് നിവേദ്യമായി വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുവാനാണ് പുരോഹിതന്മാർ പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചു. വിദേശ ഉപ്പോ പഞ്ചസാരയോ ഉപയോഗിച്ച ആഘോഷവേളകളിൽ പങ്കെടുക്കാൻ അതിഥികൾ വിസമ്മതിച്ചു. സ്വദേശി പ്രസ്ഥാനത്തിന്റെ മറ്റു നേതാക്കന്മാരായിരുന്നു പഞ്ചാബിൽ ലാല ലജ്പത് റോയ്, ഡൽഹിയിൽ സയ്യിദ് ഹൈദർ റാസ, മദ്രാസിൽ VO ചിദംബരം പിള്ള, മഹാരാഷ്ട്രയിൽ ബാലഗംഗാധര തിലകൻ, ആന്ധ്രയിൽ ഹരിസർ വട്ടം റാവു. സൂററ്റ് വിഭജനം 1907. 1907 കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം നടന്നത് സൂററ്റിലായിരുന്നു. 1907 കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം നടന്നത് സൂററ്റിലായിരുന്നു. മിതവാദികളും തീവ്ര ദേശീയവാദികളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് കോൺഗ്രസിൽ പിളർപ്പുണ്ടായ സമ്മേളനമാണ് സൂററ്റ് സമ്മേളനം. മിതവാദികളും തീവ്ര ദേശീയവാദികളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് കോൺഗ്രസിൽ പിളർപ്പുണ്ടായ സമ്മേളനമാണ് സൂററ്റ് സമ്മേളനം. ഈ പിളർപ്പ് അറിയപ്പെടുന്നത് സൂററ്റിലെ പിളർപ്പ് എന്നാണ്. 1907 സമ്മേളനത്തിൽ മിതവാദികളും തീവ്രദേശീയവാദികളും തമ്മിലുള്ള പ്രധാന അഭിപ്രായ വ്യത്യാസത്തിന് കാരണമായിരുന്നു സ്വരാജ്. 1907 സമ്മേളനത്തിൽ മിതവാദികളും തീവ്രദേശീയവാദികളും തമ്മിലുള്ള പ്രധാന അഭിപ്രായ വ്യത്യാസത്തിന് കാരണമായ സമരമാണ് സ്വരാജ്. സൂററ്റ് വിഭജനം നടന്ന വർഷം 1907. സൂററ്റ് വിഭജനം നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു റാഷ് ബിഹാരി ഘോഷ്. സൂററ്റ് വിഭജനം നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു റാഷ് ബിഹാരി ഘോഷ്. PYQ-ആണ്. കോൺഗ്രസിന്റെ തീവ്രവാദി ഗ്രൂപ്പിന്റെ നേതാക്കൾ ലാല ലജ്പത് റോയ്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ. കോൺഗ്രസിലെ തീവ്രവാദി ഗ്രൂപ്പിന്റെ നേതാക്കൾ ലാല ലജ്പത് റോയ്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ. PYQ-ആണ്. കോൺഗ്രസിന്റെ മിതവാദി വിഭാഗത്തിന്റെ നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. കോൺഗ്രസിന്റെ മിതവാദി വിഭാഗത്തിന്റെ നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. PYQ-ആണ്. സൂററ്റ് വിഭജനത്തിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിയന്ത്രണം മിതവാദികളായിരുന്നു. സൂററ്റിലെ വിഭജനത്തിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിയന്ത്രണം മിതവാദികളിലായിരുന്നു. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ലക്നൗ സമ്മേളനം 1916. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ലക്നൗ സമ്മേളനം 1916. PYQ-ആണ്. അടുത്തത് ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് 1906. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം 1906 ഡിസംബർ 30. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം 1906 ഡിസംബർ 30. മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികളായിരുന്നു അഗാ ഖാൻ, നവാബ് സലീമുള്ള, മെഹ്സിനുൽ ഹക്ക്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം 1906 ഡിസംബർ 30. മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികളായിരുന്നു അഗാ ഖാൻ, നവാബ് സലീമുള്ള, മെഹ്സിനുൽ ഹക്ക്. മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് വേദിയായ നഗരമാണ് ധാക്ക. PYQ-ആണ്. മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് വേദിയായ നഗരമാണ് ധാക്ക.
മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയിയാണ് മിൻറ്റോ സെക്കൻഡ്. PYQ ആണ്. മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയിയാണ് മിൻറ്റോ സെക്കൻഡ്. മുസ്ലിം ലീഗ് രൂപീകരണത്തിന് കാരണമായ മീറ്റിംഗിന് നേതൃത്വം നൽകിയത് സലീമുള്ള, ധാക്കയിലെ നവാബായിരുന്നു. മുസ്ലിം ലീഗ് രൂപീകരണത്തിന് കാരണമായ മീറ്റിംഗിന് നേതൃത്വം നൽകിയത് സലീമുള്ള, ധാക്കയിലെ നവാബായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ പ്രസിഡന്റായിരുന്നു അഗാ ഖാൻ. PYQ ആണ്. മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ പ്രസിഡന്റാണ് അഗാ ഖാൻ. മുസ്ലിം ലീഗിൻ്റെ ആദ്യ വാർഷിക സമ്മേളനം 1907 നടന്നത് എവിടെ വെച്ച്? കറാച്ചിയിലാണ്. മുസ്ലിം ലീഗിൻ്റെ ആദ്യ വാർഷിക സമ്മേളനം 1907 നടന്നത് എവിടെ വെച്ച്? കറാച്ചി. കറാച്ചി സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് സർ ആദംജി പിർബോയി. കറാച്ചി സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് സർ ആദംജി പിർബോയി. മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് ഗ്രീൻ ബുക്കാണ്. PYQ ആണ്. മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് ഗ്രീൻ ബുക്ക്. മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന തയ്യാറാക്കിയത് മൗലാന മുഹമ്മദ് അലി. മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന തയ്യാറാക്കിയത് മൗലാന മുഹമ്മദ് അലി. മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനം ലക്നൗ ആണ്. മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനം ലക്നൗ ആണ്. അതും PYQ ആണ്. മുസ്ലിം ലീഗിൻ്റെ ചിഹ്നം ചന്ദ്രക്കലയും നക്ഷത്രവും. മുസ്ലിം ലീഗിൻ്റെ ചിഹ്നം ചന്ദ്രക്കലയും നക്ഷത്രവും. മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായ ഡോൺ എന്ന പത്രം ഡൽഹിയിൽ ആരംഭിച്ച വർഷം 1942. മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായ ഡോൺ എന്ന പത്രം ഡൽഹിയിൽ നിന്ന് ആരംഭിച്ച വർഷം 1942. ഡോൺ പത്രം ആരംഭിച്ച വ്യക്തി മുഹമ്മദ് അലി ജിന്ന. PYQ ആണ്. ഡോൺ പത്രം ആരംഭിച്ച വ്യക്തി മുഹമ്മദ് അലി ജിന്ന. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ ആദ്യ കോൺഫറൻസ് നടന്നത് അമൃത്സറിലാണ്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ കോൺഫറൻസ് നടന്നത് അമൃത്സറിലാണ്. അമൃത്സർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് സർ സയ്യിദ് അലി ഇമാം. അമൃത്സർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് സർ സയ്യിദ് അലി ഇമാം. അഗാ ഖാൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച വർഷം 1913 ലക്നൗ. അഗാ ഖാൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച വർഷം 1913 ലക്നൗ. മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൽ അംഗമായ വർഷം 1913. മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൽ അംഗമായ വർഷം 1913. മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായ വർഷം 1916. മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായ വർഷം 1916. 1916 ലക്നൗ ഉടമ്പടിക്ക് നേതൃത്വം നൽകിയത് മുഹമ്മദ് അലി ജിന്ന. 1916 ലക്നൗ ഉടമ്പടിക്ക് നേതൃത്വം നൽകിയത് മുഹമ്മദ് അലി ജിന്ന. ലക്നൗ ഉടമ്പടി ഒപ്പുവയ്ക്കുമ്പോൾ വൈസ്രോയി ചെംസ്ഫോർഡ്. ലക്നൗ ഉടമ്പടി ഒപ്പുവയ്ക്കുമ്പോൾ വൈസ്രോയി ചെംസ്ഫോർഡ്. മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിച്ചത് 1946 ഓഗസ്റ്റ് 16. മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിച്ചത് 1946 ഓഗസ്റ്റ് 16. ഡയറക്റ്റ് ആക്ഷൻ ദിനത്തിൻ്റെ മുദ്രാവാക്യം വി വിൽ ഫൈറ്റ് അറ്റ് ഗെറ്റ് ടു പാകിസ്ഥാൻ. ഡയറക്റ്റ് ആക്ഷൻ ദിനത്തിൻ്റെ മുദ്രാവാക്യം വി വിൽ ഫൈറ്റ് ആൻഡ് ഗെറ്റ് പാകിസ്ഥാൻ. മുസ്ലിം ലീഗ് വിമോചന ദിനമായി ആചരിച്ചത് 1939 ഡിസംബർ 22. മുസ്ലിം ലീഗ് വിമോചന ദിവസമായി ആചരിച്ചത് 1939 ഡിസംബർ 22. മുഹമ്മദ് അലി ജിന്നയെ ഹിന്ദു മുസ്ലിം ഐക്യതയുടെ പ്രതിപുരുഷൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി സരോജിനി നായിഡു. PYQ ആണ്. മുഹമ്മദ് അലി ജിന്നയെ ഹിന്ദു മുസ്ലിം ഐക്യതയുടെ പ്രതിപുരുഷൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി സരോജിനി നായിഡു. ഇന്ത്യയിലെ ഏത് ജില്ലയിലാണ് മുഹമ്മദ് അലി ജിന്നയുടെ പേരിൽ ഒരു സൗധം അല്ലെങ്കിൽ കോട്ട നിലവിലുള്ളത്? ഗുണ്ടൂരിൽ. ഇന്ത്യയിലെ ഏത് ജില്ലയിലാണ് മുഹമ്മദ് അലി ജിന്നയുടെ പേരിൽ ഒരു സൗധം അല്ലെങ്കിൽ കോട്ട നിലവിലുള്ളത്? ഗുണ്ടൂരിൽ.